ഹായ് മക്കളെ, നമ്മുടെ നീറ്റിൻ്റെ ഫൈനൽ വിധി വന്നിരിക്കുകയാണ്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി രാവിലെ 10 തൊട്ട് 4 മണി വരെ ലൈവിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തീരുമാനം, നമ്മൾ കാത്തിരുന്ന ആ ഡിസിഷൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ഇന്ന് എല്ലാ വാദങ്ങളും കേട്ടു, എല്ലാ ആസ്പെക്റ്റുകളും ചർച്ച ചെയ്തു. ഇന്നലെ നമ്മൾ നിർത്തിയത് എന്താണ്? ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ആ കാര്യം ഇന്ന് തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ചർച്ചകൾ എന്തായി നോക്കാം. ഇന്ന് കോർട്ട്, അതായത് 4 മണിക്ക് എന്നും അവസാനിച്ചിരുന്ന ഇന്നൊരു 4:30 ആ സമയത്തൊരു ടീ ബ്രേക്ക് പറഞ്ഞു. 5 മണിയോടെ വിധിയുമായാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് തിരിച്ചെത്തിയത്. അവർ പറഞ്ഞത് എന്താണ്? കുറച്ച് കൺക്ലൂഷൻസ് ആദ്യമേ സ്റ്റേറ്റ് ചെയ്യണം. അതിലൊന്നാമത്തെ കാര്യം, നീറ്റിൻ്റെ പേപ്പർ ലീക്കായിട്ടുണ്ട്. അതായത് ഹസാരിബാഗിൻ ജാർഖണ്ഡ് പട്നയിലും നീറ്റ് പേപ്പർ ലീക്കായി എന്നതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് CBIക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അറ്റ് ദിസ് മൊമെൻറ്റ്, ഈ ഒരു മൊമെൻറ്റ് വരെ, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന 5:40 കോർട്ട് ഇപ്പോൾ വിധി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. ഈ മൊമെൻറ്റ് വരെ ഉള്ള സമയത്ത് കോടതിയിൽ എത്തിച്ചിട്ടുള്ള തെളിവുകളുടെ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നേഷൻ വൈഡ് ലീക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് CBI ഇൻവെസ്റ്റിഗേഷൻ ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഫൈനാലിറ്റി എന്നുള്ള കാര്യമാണ് പറയണത്. അതിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ്റിനോട് സുപ്രീം കോടതി അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് ഇതിൽ നിങ്ങളുടെ കാഴ്ചപ്പാട്? സിറ്റി വൈസ് സെൻറ്റർ വൈസ് റാങ്കുകൾ 2022, 2023, 2024 തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇത്തവണ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ IIT മദ്രാസിൻ്റെ ബെൽ കർവ് വരുന്നു. ഇറ്റ് ഷോഡ് എ നോർമൽ സ്റ്റഡി. പുതിയതായിട്ടൊന്നും അതിന് കൊണ്ടുവരാൻ പറ്റിയില്ല. സിറ്റി വൈസും സെൻട്രൽ വൈസും നോക്കിയപ്പോൾ അതിലൊരു മേജർ അബ്നോർമാലിറ്റീസ് ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയില്ല. സീക്കർ, കോട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് അപ്രൈസിങ് കണ്ടു. പക്ഷെ അവിടെയൊക്കെ നീറ്റിൻ്റെ കോച്ചിങ് ഫാക്ടറീസ് വർക്ക് ചെയ്യുന്ന ഏരിയകളാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ എന്ന് NTA വാദിക്കുകയുണ്ടായി. NTAയുടെ പിടിപ്പുകേടുകളെല്ലാം തുറന്നു കാട്ടപ്പെട്ട ഒരു പ്രതിവാദമാണ് ഇവിടെ നടന്നത്. അതായത് പരീക്ഷയുടെ അന്ന് രാവിലെ സിറ്റി കോർഡിനേറ്റർ, സെൻട്രൽ കോർഡിനേറ്റർ എല്ലാം പ്രൈവറ്റ് ആളുകളാണ്. കേവലം ചെറിയൊരു രൂപ കൊടുത്ത് എക്സാം നടത്താൻ അവരെയാണ് NTA ഏൽപ്പിച്ചിരുന്നത് എന്നുള്ള വലിയ ഒരു പിഴവ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ സ്വാധീനിച്ചുകൊണ്ട് ഈ റാക്കറ്റ് എന്ത് ചെയ്തു? രാവിലെ എക്സാം നടക്കുന്ന അന്ന്, CBIയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞ കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എക്സാം നടക്കുന്ന അന്ന് ഈ അതായത് ബാങ്കിൽ നിന്ന് പേപ്പർ, സ്ട്രോങ് റൂമിൽ നിന്ന് പേപ്പർ എടുത്ത് എക്സാം സെൻറ്ററിൽ എത്തുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യാണ്? ആ ഡോറൊക്കെ തുറന്നു വെച്ച് കൊടുക്കുന്നു. ഇവരുടെ കൂട്ടാളി അതിലൂടെ കയറി വരുന്നു. ആ കൂട്ടാളിക്ക് വേണ്ട ടൂൾസ് ഈ സിറ്റി ഇൻചാർജ് അവിടെ വെച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അതിൻ്റെ പേപ്പറൊക്കെ അവിടെ കാണിച്ചിരുന്നു കോർട്ടിൽ. ആ പേപ്പർ ജസ്റ്റ് ഒന്ന് കീറുന്നു, എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തേക്ക് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. ആ ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്ക് അയച്ചു കൊടുക്കുന്നു. ഈ കൂട്ടാളികൾ നിൽക്കുന്നത് ഒരു വലിയ ബിൽഡിങ്ങിലാണ്. അവിടെ ബോയ്സ് ഉണ്ട്, ഒരു ഫ്ലോറിൽ ഗേൾസ് ഉണ്ട്, പിന്നെ ഒരു ഫ്ലോറിൽ പ്രോബ്ലം സോൾവേഴ്സ് ഉണ്ട്. ഈ ആളുകൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കുട്ടികൾ ഇത് മനഃപ്പാടമാക്കുന്നു. ഇത് എന്നാ നടക്കുന്നത്? എക്സാം May 5 എക്സാമിൻ്റെ അന്ന് രാവിലെ നടക്കുന്നത്. 8:20, 9:20 ഇടയിലാണ് പേപ്പർ ചോരുന്നത്. ആ സമയത്ത് കുട്ടികൾ 12:30 വരെ ഈ പേപ്പർ കാണാപ്പാടം പഠിക്കുന്നു, ആൻസർ മനഃപ്പാടമാക്കുന്നു, എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നു, എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അവരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിലെ മെയിൻ കൂട്ടാളി ഇതുവരെയും പിടിച്ചിട്ടില്ല എന്നൊക്കെ ബാക്കി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് പേപ്പർ ലീക്ക് നടന്നത് എന്നാണ് കോടതി പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞത്. ജാർഖണ്ഡിലും പട്നയിലും നടന്നതിന് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. പിന്നെന്താ പറഞ്ഞത്? പക്ഷേ ഇന്ത്യ മൊത്തം ഒരു വലിയ രൂപത്തിൽ എക്സാമിൻ്റെ, അതായത് അറ്റ് ദ പ്രസൻറ്റ് സ്റ്റേജ് ദർ ഈസ് ആബ്സെൻസ് ഓഫ് മെറ്റീരിയൽ ഓൺ ദ റെക്കോർഡ്. ഇതുവരെ ഇല്ല. sufficient to lead to the conclusion that the result of the examination stands vitiated or that there is a systemic breach to the sanctity of the exam. നമ്മുടെ കയ്യിൽ ഇതുവരെയുള്ള തെളിവുകൾ ഒന്നും തന്നെ എക്സാമിൻ്റെ സാങ്ക്ടിറ്റി, പവിത്രത നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കാൻ കാരണമായ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഇതുവരെ ഇല്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. So, in arriving at the ultimate conclusion, the court is guided by the well-settled test on whether it is possible to segregate the tainted students from those who do not suffer from any taint. അതായത് കോടതിക്ക് ഇപ്പോഴും ഇമ്പോർട്ടൻസ് എന്തിനു തന്നെയാണ്? തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ഇൻവെസ്റ്റിഗേഷൻ റിവീൽസ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എൻ ഇൻക്രീസ് നമ്പർ ഓഫ് ബെനിഫിഷ്യറി, അതായത് ഇതിൽ തെറ്റ് ചെയ്തവനും തെറ്റ് ചെയ്യാത്തവനും തമ്മിലുള്ള ഡിഫറൻസ് അവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു കേസിൻ്റെ വിധി, ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായി കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും ഈവൻ അവർ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ക്യാൻസലായി പോകുമെന്നും സുപ്രീം കോടതി എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ.
Then the court realizes that directing a fresh NEET UG for the present year would be replete the serious consequences which will be for over 24 lakh students who appear in this exam and cause disruption in the academic schedule, cascading effect on the course of medical education, impact on availability of qualified medical professionals in the future, and seriously disadvantages for the marginalized group whom the reservation was made in allocation of seats. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രൂഫുകളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയാണ്, we are of the considered view that ordering the cancellation of the entire NEET UG exam is neither justified. അതായത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ക്യാൻസലേഷൻ ഓഫ് ദി എൻറ്റയർ നീറ്റ് UG 2024 ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് എന്ന് പറയുകയാണ്. അതേപോലെ ലാസ്റ്റ്ലി നമ്മുടെ ഫിസിക്സിൻ്റെ കാര്യം, അതിൽ സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനമെടുത്ത ഇത്രയാണ്. IITയുടെ ഡൽഹി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് അതിലൊരു ഉത്തരേ ശരിയുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ഇതാണ് അതിൽ ശരി ഉത്തരമെന്നാണ് ഈ കോടതി തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇന്ന് ചർച്ച നടക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ കൂടി വന്നിരുന്നു. നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി കൂടെ എന്ന് NTA ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഡിസിഷനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ അത് NTA വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ പ്രൈമ ഫേഷ്യ് നമ്മൾ നോക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഒരൊറ്റ ശരി ഉത്തരേ ഉള്ളൂ, അത് ഓപ്ഷൻ 1 ശരിയാണ്, ഓപ്ഷൻ 2 തെറ്റാണെന്നാണ്. അപ്പോൾ അതിൽ ഇനി എന്ത് തീരുമാനം എടുക്കുന്ന NTA ആയിരിക്കാം തീരുമാനിക്കുന്നത്. മിക്കവാറും ചിലപ്പോൾ അത് 5 മാർക്കിന്, അതായത് ഓപ്ഷൻ 2, അതായത് രണ്ടും ശരിയാണ് എന്ന് എഴുതിയ കുട്ടികൾക്ക് 5 മാർക്ക് നഷ്ടപ്പെടുമോ 4 മാർക്ക് നഷ്ടപ്പെടുമോ എന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല. മിക്കവാറും 5 മാർക്ക് നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് അത് കാണുന്നത്. കാരണം കോടതി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ NTA. അപ്പോൾ NTA ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സ്പെഷ്യൽ കൺസിഡർ ചെയ്ത് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ക്വസ്റ്റ്യനിൽ തെറ്റുത്തരം എഴുതിയ കുട്ടികൾക്ക് എന്തായാലും മാർക്കിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ 4 മാർക്ക് എന്തായാലും നഷ്ടപ്പെടും, അതുറപ്പാണ്. 4 മാർക്കിൻ്റെ മാറ്റം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ബാക്കി റീടെസ്റ്റിൻ്റെ കാര്യങ്ങളും പിന്നെ NTA എന്താ പറയുക നടത്തിപ്പിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അടിപൊളിയാക്കി അടുത്ത വർഷം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിക്കുക എന്നുള്ള കാര്യം കൂടി കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ നീറ്റിൻ്റെ ജഡ്ജ്മെൻറ്റോട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കട്ട് ഓഫിൽ മാറ്റം ഉണ്ടാകും, റാങ്കിൽ മാറ്റം ഉണ്ടാവും, പുതിയ റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇനി എന്താ അടുത്തത്? ഇനി ഓൾ ഇന്ത്യ റാങ്ക് പുനഃപ്രസിദ്ധീകരണം ഉണ്ടാകും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അതായത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് മക്കളെ പുതിയതായിട്ട് വരും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓൾ ഇന്ത്യയുടെ റാങ്ക് ലിസ്റ്റ് പുതിയതായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കീമിൻ്റെ മാർക്ക് അപ്ലോഡിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ സ്റ്റേറ്റ് റാങ്കും വരും. നാളെ തൊട്ട് കൗൺസിലിംഗ് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ നാളെ തൊട്ട് രജിസ്ട്രേഷൻ ഫീസ് അടക്കിയ ആ കാര്യങ്ങളായിരിക്കും ആരംഭിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. ഞാനിതിൻ്റെ താഴെ കമൻറ്റിൽ കൊടുക്കാം. നേരെ ഗൂഗിളിൽ പോയിട്ട് എഡ്യൂപോർട്ട് നീറ്റ് എന്ന് സെർച്ച് ചെയ്യുക. എഡ്യൂപോർട്ട് നീറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനലുണ്ട്, എഡ്യൂപോർട്ട് നീറ്റിൻ്റെ ചാനൽ. എഡ്യൂപോർട്ട് നീറ്റിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ വീഡിയോസ് എടുത്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതാ ഓൾറെഡി നീറ്റ് കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കമൻറ്റിൽ ഞാൻ പിന്നെ ചെയ്ത് വെക്കാം, അത് പോയി കാണുക. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മൾ ഫീസ് അടയ്ക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് അതിലുള്ളത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക, ആ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇതിൻ്റെ ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നീറ്റിൻ്റെ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ലിങ്കും ഞാൻ താഴെ നമ്മുടെ കമൻറ്റിൽ പിൻഡ് കമൻറ്റിൽ കൊടുക്കാം. അപ്പം മക്കളെ, താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് അസ്. നമ്മുടെ ലൈവിൻ്റെ ഭാഗമായതിന് ഒരുപാട് നന്ദി. വി ഹോപ്പ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും എന്താണ് കോടതിയിൽ ഡിസ്കഷൻ നടന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. ബാക്കി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും നീറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൗൺസിലിങ്ങിൻ്റെ കാലഘട്ടമാണ്. അതിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നീറ്റിൻ്റെ ഇപ്പോൾ ജോയിൻ ചെയ്യുക. എഡ്യൂപോർട്ടിൻ്റെ നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലാണ് പുതിയ കണ്ടന്റുകൾ വരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.